ഹൗസിൽ ഇന്ന് നടന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ന് ചർച്ചയാവുന്നത്. ഹൗസിൽ നമ്മുടെ ഒനിൽ മസ്താനിയെ ടച്ച് ചെയ്തു എന്നാണ് മസ്താനിയും ലക്ഷ്മിയും കൂടി ഒരു കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കംപ്ലൈൻറ്റ് മസ്താനിക്കാണെങ്കിലും അത് ഊതിപ്പെരുപ്പിച്ച് വലിയ ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നത് നമ്മുടെ സ്വന്തം ലക്ഷ്മിയാണ് കേട്ടോ. ലക്ഷ്മി അങ്ങനെയാണല്ലോ, ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി അത് ഊതിപ്പെരുപ്പിച്ച് വലിയൊരു ഇഷ്യൂ ആക്കി ബിഗ് ബോസ് ഹൗസ് മൊത്തം അങ്ങ് ഇളക്കി മറിക്കും. ഇത് വളരെ വലിയൊരു ചർച്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ഹൗസ് മേറ്റ്സൊക്കെ ആ ഒരു പ്രശ്നം നടക്കുമ്പോൾ അവിടെ ഇരിക്കുന്നൊക്കെയുണ്ട്. എല്ലാവരും പ്രശ്നത്തെ നോക്കിക്കാണുന്നുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ടാസ്ക് കഴിഞ്ഞ് നമ്മുടെ ടീം ജയിച്ചപ്പോഴുള്ള ആഹ്ലാദത്തിൽ ഒനിയിൽ നിന്നിരുന്നത് ആ ഒരു സൈഡിലായിരുന്നു, മസ്താനിയുടെ അപ്പുറത്തായിട്ട് ഒരു സൈഡിലായിരുന്നു. മസ്താനിയുടെ ബാക്കിലായിട്ട് ഒരു ഫ്ലെക്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ മസ്താനി നിൽക്കുന്നു, ബാക്കിലൊരു ഫ്ലെക്സ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ഒനിയിൽ ഇങ്ങോട്ടൊന്ന് കടക്കാനായിട്ട് നോക്കിയതാണ്. അവിടെ ഒനീലിൻ്റെ കാല് ഫ്ലെക്സിൽ തട്ടി ഒനിയിൽ ഒന്ന് വീഴാൻ പോയി. ആ ഒരു വീഴാൻ പോകുന്ന പോക്കിൽ അടുത്ത് നിന്നത് സ്വാഭാവികമായിട്ടും മസ്താനിയാണ്. മസ്താനിയെ ഒന്ന് പിടിച്ചു. നമ്മൾ ആരായാലും വീഴാൻ പോകുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആളെ പിടിക്കും, അത് സ്വാഭാവികമാണ്. അത് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഹൗസിൽ അതല്ലല്ലോ കാര്യം. ഹൗസിൽ കണ്ടൻറ്റ് വേണം. അപ്പോൾ ഇവർക്ക് കിട്ടിയിരിക്കുന്ന കണ്ടൻറ്റ് ഇതാണ്. അതായത് ഇനി എന്നാൽ ഒനീലിനെ ഒന്ന് എയറിൽ കയറ്റാം, ഇതാണ് നമ്മുടെ ലക്ഷ്മി വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ലക്ഷ്മിക്കാണ് പ്രശ്നം, മസ്താനിക്കല്ല പ്രശ്നം. മസ്താനിയോട് നിനക്ക് പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞു. ലക്ഷ്മി അവിടെ ആ സംഭവം കണ്ടിട്ടില്ല. മസ്താനിക്കും ഒനീലിനും മാത്രമാണ് എന്താ സംഭവം എന്നറിയുന്നത്. എന്തായാലും ഒനിയിൽ കണക്കിന് കൊടുക്കുന്നുണ്ട് നമ്മുടെ ലക്ഷ്മിക്ക്. ലക്ഷ്മി വിട്ടുകൊടുക്കുന്നില്ല. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഷൗട്ട് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ അങ്ങേ അറ്റം വരെ ഷൗട്ട് ചെയ്ത് പോകുമല്ലോ. എതിരെ നിൽക്കുന്ന ആളെ വായടപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ ലക്ഷ്മിക്ക്. കുറേ ഇംഗ്ലീഷും അതിൻ്റെ കൂടെ കൂട്ടിക്കലർത്തി അങ്ങ് സംസാരിക്കും. അപ്പോൾ വായിക്കും നാക്കിനും ഒന്നും ഒരു ലൈസൻസും ഇല്ലാതെയാണ് നമ്മുടെ ലക്ഷ്മി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അത് പോരാതെ ക്യാമറയിൽ നോക്കി ലക്ഷ്മി ഈ ഒരു കംപ്ലൈൻറ്റ് ബിഗ് ബോസിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഒനിലും പറയുന്നുണ്ട്, എനിക്കും പറയാനുണ്ട് കംപ്ലൈൻറ്റ്. കാരണം ഇത് എന്തായാലും ക്യാമറ ചെക്ക് ചെയ്യണം, ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. കൺഫെഷൻ റൂമിൽ പോയിരുന്നു ഒനിൽ നന്നായിട്ട് കരയുന്നുണ്ട് ഈ ഒരു കാര്യത്തെ പറ്റി. കാരണം ഇങ്ങനൊരു പുറത്ത് ഈ ഒരു ഇമേജ് അല്ലല്ലോ പോവുക. ഈ ഒരു പ്രശ്നമൊക്കെ പുറത്ത് എങ്ങനെയായിരിക്കും ചർച്ചാ വിഷയമാവുക എന്നൊക്കെ ഒനിൽ ചിന്തിക്കുന്നുണ്ട്. ഒനിൽ അവസാനം പറയുന്നുണ്ട്, എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ വരെ ഇത് ബാധിക്കുന്നുണ്ട്. മെൻ്റൽ ഹെൽത്തിനെ വരെ ബാധിക്കും. നന്നായിട്ട് ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഹൗസിൽ നിൽക്കാൻ അത് ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അത്തരം ലെവലിലേക്ക് പോകുന്ന ഒരു വിഷയമാണ് ഇത്. ഈ ഒരു ചെറിയ വിഷയം, അതിനെ നൈസാക്കി ഒഴിവാക്കി വിടേണ്ട വിഷയത്തെ നമ്മുടെ ലക്ഷ്മി കയറി പിടിച്ചിരിക്കുകയാണ്. എന്തായാലും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ എന്തായാലും ഇത് സംസാരിക്കണം എന്ന് തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. ഇതിനൊരു ക്ലാരിഫിക്കേഷൻ എന്തായാലും വേണം. കാരണം വീഡിയോസിലും ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഒനിയിൽ വീഴുന്ന വീഡിയോ. അതിൽ കൃത്യമായിട്ടുണ്ട് ഒനിയിൽ വീഴാൻ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് പിടിച്ചതാണ് മസ്താനിയെ. ആ ഒരു ചെറിയൊരു കാര്യത്തിനാണ് നമ്മുടെ ലക്ഷ്മി ഈ ഒരു പ്രശ്നത്തെ ഇങ്ങനെ വളച്ചൊടിച്ച് വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും ലാലേട്ടൻ എന്തായാലും ഇതിനെപ്പറ്റി സംസാരിക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ ഈ ഒരു കാര്യം എന്തായാലും ചർച്ചയ്ക്ക് ഉണ്ടാവും. മസ്താനിക്ക് വലിയ ഇഷ്യൂസൊന്നുമില്ല എന്നാണ് മസ്താനിയുടെ സംസാരത്തിലും പ്രവൃത്തിയിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ കൂടെ നിൽക്കുന്ന ലക്ഷ്മിക്കാണ് ഈ ഒരു പ്രശ്നവും ബഹളവും ഒക്കെ ഉള്ളത്. എന്തായാലും ഒനീലിനെതിരെ സംസാരിക്കാൻ കിട്ടിയ ഒരു കണ്ടൻറ്റ് അത് ലക്ഷ്മി വെറുതെ വിടുന്നില്ല. നന്നായിട്ട് അതിനെ ഊതിപ്പെരുപ്പിച്ച് ഹൗസ് മൊത്തം ഇളക്കി മറിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വീക്കെൻഡ് എപ്പിസോഡ് വരെ കാത്തിരിക്കേണ്ടി വരും ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടാനായിട്ട്. ഹൗസിലെല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യത്തെ. ലക്ഷ്മിയുടെ സംസാരം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഒരു ബോസി ടൈപ്പ് സംസാരമാണ് നമ്മുടെ ലക്ഷ്മിക്കുള്ളത്. ഏതൊരു കാര്യത്തിലും ഏതൊരു ചർച്ചയ്ക്കും ലക്ഷ്മിയുടേതായിട്ടുള്ള ആ ഒരു വോയിസിൽ അല്ലെങ്കിൽ ഒരു ബോസി ടൈപ്പിൽ സംസാരിക്കും. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് കാത്തിരിക്കും.